Good morning to all. My topic is Role of Corporate Appraisal in Strategic Management and SWOT Analysis. ആദ്യം എന്താണ് കോർപ്പറേറ്റ് അപ്രൈസലിൻ്റെ മീനിങ് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് മാനേജേഴ്സ് അനലൈസ് ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് ദെയർ ഓർഗനൈസേഷൻ to evaluate their relative strength and weakness so as to meet the opportunities and threats of the environment. കോർപ്പറേറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി വേരിയസ് ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുവഴി അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വേരിയസ് ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. In short, it is the process of monitoring an organization's internal environment to identify strengths and weaknesses that may influence the firm's ability to achieve goals. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന് പറയാം. ടു ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോർപ്പറേറ്റ് അപ്രൈസൽ. ഇനി റോൾ ഓഫ് കോർപ്പറേറ്റ് അപ്രൈസൽ. As we know that all enterprises are not equally strong in all their functional attributes. Companies with a highly competent general management team may not have an equally favorable competitive advantages. One which is financially sound and prosperous may be lagging in personal management. അതായത് എല്ലാ എൻ്റർപ്രൈസും അവരുടെ എല്ലാ ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സിലും ഈക്വലി സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. ഒരു കമ്പനി ഹൈലി കോമ്പിറ്റൻ്റ് ജനറൽ മാനേജ്മെൻറ്റ് ടീമുണ്ട്, പക്ഷേ ഈക്വലി ഫേവറബിൾ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടാവണമെന്നില്ല. വൺ വിച്ച് ഈസ് ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് പ്രോസ്പെറസ് ആയിരിക്കാം, പക്ഷേ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ ലാഗിങ് ആയിരിക്കും. സോ ഇഫ് ദർ ഈസ് പ്രോപ്പർ ഓർഗനൈസേഷണൽ അപ്രൈസൽ ദെൻ ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ക്യാൻ ബി അവോയ്ഡഡ് അപ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. അവിടെ ഒരു നല്ല പ്രോപ്പർ ഓർഗനൈസേഷണൽ അപ്രൈസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒരു ലാർജ് എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷണൽ അപ്രൈസൽ ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ആണ് ഓർഗനൈസേഷണൽ അപ്രൈസൽ എന്ന് പറയുന്നത്. ഇറ്റ് എനാബിൾസ് ദ മാനേജർ ടു ഓവർകം ദെയർ വീക്ക്നെസ്. ഇറ്റ് വിൽ പിൻ പോയിൻറ്റ്സ് ദ വീക്ക് ഏരിയാസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ടേക്ക് വേരിയസ് ആക്ഷൻസ് ടു ഓവർകം ഇറ്റ്. ഓർഗനൈസേഷണൽ വീക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പിൻ പോയിൻറ്റ് ചെയ്യുകയും അത് ഓവർകം ചെയ്യാനുള്ള വേരിയസ് ആക്ഷൻസ് എടുക്കാനായിട്ട് മാനേജേഴ്സിനെ സഹായിക്കുകയും ചെയ്യുന്നു കോർപ്പറേറ്റ് അപ്രൈസിൽ. സോ കോർപ്പറേറ്റ് അപ്രൈസിൻ്റെ റോൾ എന്ന് പറഞ്ഞത് എല്ലാ എൻ്റർപ്രൈസും എല്ലാ ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സിലും ഈക്വലി സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒന്നിൽ നല്ല ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കാം, മറ്റൊന്നിൽ അത്രയും സ്ട്രോങ് അല്ലായിരിക്കാം. വൺ വിച്ച് ഈസ് ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കാം, പ്രോസ്പെറസ് ആയിരിക്കാം, പക്ഷേ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ ലാഗിങ് ആയിരിക്കും. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് അപ്രൈസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലാർജ് എക്സ്റ്റെൻറ്റ് വരെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി മാനേജേഴ്സിനെ വീക്ക് പോയിൻറ്റ്സ് ഒക്കെ പിൻ പോയിൻറ്റ് ചെയ്യാൻ സഹായിക്കുകയും അത് ഓവർകം ചെയ്യാനുള്ള വേരിയസ് ആക്ഷൻസ് എടുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ അപ്രൈസൽ. ഓർഗനൈസേഷണൽ അപ്രൈസലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? The factors that affect organizational appraisal relate to the strategist, the organization and to the internal environment. അതായത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓർഗനൈസേഷണൽ അപ്രൈസലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? സ്ട്രാറ്റജിസ്റ്റിനെയും ഓർഗനൈസേഷനെയും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെയും. ഈ 3 പോയിന്റുകളെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓർഗനൈസേഷണൽ അപ്രൈസലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് നോക്കാം. മെയിനായിട്ട് 4 ഫാക്ടേഴ്സാണുള്ളത്. മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ്, പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻസ് ഫാക്ടേഴ്സ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ഫാക്ടേഴ്സ് ആൻഡ് പേഴ്സണൽ ആൻഡ് മാനേജ്മെൻറ്റ് ഫാക്ടേഴ്സ്. അതിൽ മാർക്കറ്റിംഗ് ഫാക്ടേഴ്സിൽ വരുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രൊഡക്റ്റ് മിക്സ്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അത്തരത്തിലുള്ളതൊക്കെയാണ് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സിൽ വരുന്നത്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫാക്ടേഴ്സിൽ അലോക്കേഷൻ ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി, കോസ്റ്റ് സ്ട്രക്ചർ, CVP റിലേഷൻഷിപ്പ്, അത്തരത്തിലുള്ള പോയിന്റ്സാണ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൽ വരുന്നത്. ദെൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ഫാക്ടേഴ്സിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണ്, ടാക്സ് ബെനിഫിറ്റ്സ്, അതൊക്കെയാണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ലാസ്റ്റ് പോയിന്റ് പേഴ്സണൽ ആൻഡ് മാനേജ്മെൻറ്റ് ഫാക്ടേഴ്സിൽ വരുന്നത് മാനേജ്മെൻറ്റ് പ്രാക്ടീസ്, കോർപ്പറേറ്റ് ഇമേജ്, ക്വാളിറ്റി ഓഫ് പേഴ്സണൽ, അതൊക്കെയാണ് പേഴ്സണൽ ആൻഡ് മാനേജ്മെൻറ്റ് ഫാക്ടേഴ്സിൽ വരുന്ന പോയിന്റ്സ്. അപ്പോൾ മെയിനായിട്ടും ഓർഗനൈസേഷണൽ അപ്രൈസലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ്,
പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻസ് ഫാക്ടേഴ്സ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ഫാക്ടേഴ്സ് ആൻഡ് പേഴ്സണൽ ആൻഡ് മാനേജ്മെൻറ്റ് ഫാക്ടേഴ്സ്. അടുത്തത് പ്രോസസ് ഓഫ് ഓർഗനൈസേഷണൽ അപ്രൈസൽ. ഓർഗനൈസേഷണൽ അപ്രൈസലിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കീ ഫാക്ടേഴ്സ്. കീ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. Corporate appraisal starts with the identification of key factors that can be evaluated for determining corporate strength and weakness. Corporate strength and weakness determine ചെയ്യാൻ വേണ്ടി key factorsനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റേജ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫാക്ടേഴ്സ്. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കീ ഫാക്ടേഴ്സിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. എല്ലാ കീ ഫാക്ടേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ചിലത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, ചിലത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അച്ചീവ്മെൻറ്റിന്, ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഓരോ ഫാക്ടറിൻ്റെയും കോൺട്രിബ്യൂഷൻ നോക്കിക്കൊണ്ടായിരിക്കും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും ലെസ് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫാക്ടേഴ്സ്. ഓൾ ദ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈഡ് may not have equal strategic importance. Some are more important and some are less important. Their relative importance can be determined by finding out the contribution of each factor in the achievement of the organization. Third stage, assessing strength and weakness of key factors. കീ ഫാക്ടേഴ്സിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഐഡൻറ്റിഫൈ ചെയ്തു. മൂന്നാമത്തത് അതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഓരോ കീ ഫാക്ടേഴ്സിൻ്റെയും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അസസ് ചെയ്യുക എന്നുള്ളതാണ്. Identification of key strategic factors may lead to assessment of organizational strength and weakness. Organizational strength on any factor means contribution of that factor towards achievement of the goals. ഗോൾസിലേക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഫാക്ടേഴ്സാണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. വീക്ക്നെസ് എന്ന് പറഞ്ഞാലോ നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിലേക്ക് വരുന്നത്. ഫോർ ദിസ് പർപ്പസ് 2 methods are adopted: ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് കീ ഫാക്ടർ റേറ്റിംഗ്. ഇത്തരത്തിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അസസ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ അനാലിസിസും 2 കീ ഫാക്ടർ റേറ്റിംഗും. നാലാമത്തെ സ്റ്റേജ് പ്രിപ്പയറിംഗ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ. ഓൺ ദി ബേസിസ് ഓഫ് ദി എബവ് അസസ്മെൻറ്റ് എ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ ഈസ് പ്രിപ്പയർഡ് വിച്ച് ഷോസ് ദ വേരിയസ് സ്ട്രോങ് ഏരിയാസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഏരിയാസ് ആണ്, ഓർഗനൈസേഷൻ്റെ സ്ട്രോങ് ഏരിയാസ് കാണിക്കുന്നതാണ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ. അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേജ്. ദെൻ ലാസ്റ്റ് ഫിഫ്ത്ത് സ്റ്റേജ് റിലേറ്റിംഗ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജസ് ടു സ്ട്രാറ്റജി. കോർപ്പറേറ്റ് അപ്രൈസൽ ഈസ് മീനിങ്ലെസ് അൺലെസ് ഇറ്റ് പ്രൊവൈഡ്സ് എ വേ ടു റിലേറ്റിംഗ് കോർപ്പറേറ്റ് സ്ട്രെങ്ത് ടു ഇറ്റ്സ് സ്ട്രാറ്റജി. In relating corporate strength, managers can concentrate on limited number of activities which are inconsistent with their strategic advantages. Then they can convert their weakness into strength. സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജസിനെ സ്ട്രാറ്റജീസുമായി റിലേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് അപ്രൈസൽ ഒരു മീനിങ്ലെസ് ആവും എന്നാണ് പറയുന്നത്. ഇൻ റിലേറ്റിംഗ് കോർപ്പറേറ്റ് സ്ട്രെങ്ത്, ഇത്തരത്തിൽ കോർപ്പറേറ്റ് സ്ട്രെങ്ത്തുകളെ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ മാനേജേഴ്സിന് കോർ ആക്ടിവിറ്റീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നോൺ കോർ ആക്ടിവിറ്റീസിന് അത്രയ്ക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് പ്രോസസ് ഓഫ് കോർപ്പറേറ്റ് അപ്രൈസൽ. അടുത്ത ടോപ്പിക്കാണ് സോട്ട് അനാലിസിസ്. സോട്ട് അനാലിസിസ് നമുക്കറിയാം, സോട്ട് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ഈസ് നോൺ ആസ് സോട്ട് അനാലിസിസ്. സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഓർഗനൈസേഷനെ എക്സാമിൻ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ എൻവയോൺമെൻറ്റിനെ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് അനാലിസിസ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് കമ്പാരിറ്റീവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ റിലേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് വിച്ച് എ കമ്പനി മേ ബി ലൈക്ലി ടു ഫേസ്. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ് മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, എത്ര വീക്ക്നെസ് ഉണ്ട്, അത് അനലൈസ് ചെയ്യുക, അസസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും, അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും സോട്ട് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. In short, it is a strategic planning method used to evaluate the strength, weakness, opportunities and threats involved in a business. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് മെത്തേഡാണ്. എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് മെത്തേഡായിട്ട് സോട്ട് അനാലിസിസിനെ പറയാം.
സിംപ്ലി സോട്ട് അനാലിസിസ് ആ പേരിൽ തന്നെയുണ്ട്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാമിനിങ് പ്രോസസ്സാണ് സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഇനി സ്ട്രെങ്ത് എന്തൊക്കെയാണ്? അതായത് സ്ട്രോങ് പോയിന്റ്സ് ആണ്, ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കുന്ന സ്ട്രോങ് പോയിന്റ്സ് ആണ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മേ ബി ഇൻ ടെക്നോളജീസ്, ഹ്യൂമൻ റിസോഴ്സസ്, എമൗണ്ട് ഓഫ് നോളജ്, ടെക്നിക്കൽ സ്കിൽസ് എക്സെട്ര. അടുത്തത് വീക്ക്നെസ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇൻകാപ്പബിലിറ്റി അല്ലെങ്കിൽ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നു. അവരുടെ റിസോഴ്സസിൽ ടെക്നിക്കൽ റിസോഴ്സസ് ആകാം, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആകാം, ഏത് റിസോഴ്സസ് ആയിക്കോട്ടെ അതിലുള്ള ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇൻകാപ്പബിലിറ്റിനെയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. ദീസ് ഫാക്ടേഴ്സ് ടെൻസ് ടു ഡിക്രീസ് കോമ്പിറ്റൻസീസ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ കോമ്പിറ്റൻസി ഡിക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്ന പോയിന്റ്സ് ആണ് വീക്ക് പോയിന്റ്സ്. സം ഓഫ് ദ വീക്ക്നെസ്സസ് ആർ: product mass may become obsolete, technology has become obsolete, key management power may not be there, key manpower may not be there. Next, opportunities. These are entirely external to organizations. These are enhancing day by day with the changes of government policy, industrial policy, etc. Opportunities entirely external ആണ്. അതുപോലെ ത്രെട്ടും എക്സ്റ്റേണൽ ടു ഓർഗനൈസേഷൻ ആയിരിക്കും. ഈ ഓപ്പർച്യൂണിറ്റീസ് ഡെയിലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഗവൺമെൻറ് പോളിസിയിലും ഇൻഡസ്ട്രിയൽ പോളിസിയിലൊക്കെ വരുന്ന ചേഞ്ചിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി സം ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ആർ: എ കമ്പനി ക്യാൻ ഐഡൻറ്റിഫൈ ന്യൂ പ്രോഡക്ട്സ്, ക്യാൻ ഗോ ഫോർ ന്യൂ സെക്ടേഴ്സ്, ക്യാൻ ഗോ ആൻഡ് എക്സ്റ്റെൻഡ് ദെയർ മാർക്കറ്റ്, ആൻഡ് ദേ ക്യാൻ ഹാവ് ടെക്നോളജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഓൾസോ. Next, threats. These are also external to organization. These are danger signals and should be properly observed. Properly observe ചെയ്യേണ്ടി വരുന്ന ഒരു പോയിന്റ് ആണ് ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ. ഡേഞ്ചർ സിഗ്നൽസ് ആണെന്ന് പറയുന്നു. ടോപ്പ് മാനേജ്മെന്റ് ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ഫോർസീ ദ പോസിബിൾ ത്രെഡ്സ് ഇൻ ദ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേംസ് അക്കോർഡിംഗ്ലി ഫ്രെയിം പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. ടോപ്പ് മാനേജേഴ്സിന് എന്താ വരും കാലങ്ങളിൽ, അതായത് ഷോർട്ട് ടേം ആവട്ടെ ലോങ് ടേം ആവട്ടെ, വരുന്ന ത്രെഡ്സിനെ ഫോർസീ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുവഴി അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്യേണ്ടത്. ഇനി കുറച്ച് ത്രെഡ്സാണ് കൊടുത്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ ത്രെഡ്സ്, ടെക്നോളജിക്കൽ ത്രെഡ്സ്, ത്രെഡ്സ് ഫ്രം ദ ബയേഴ്സ്, ഫ്രം ദ പാർട്ട്നേഴ്സ് ആൻഡ് ഫ്രം കീ സ്റ്റാഫ്സ്, ദെൻ എൻവിയോൺമെൻറ്റൽ ത്രെഡ്സ്. ഇതൊക്കെയാണ് വേരിയസ് ത്രെഡ്സ് ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് നമ്മുടെ സോട്ട് അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, കൺസോളിഡേറ്റ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, വീക്ക്നെസ് മിനിമൈസ് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ സഹായിക്കുന്നു, ത്രെട്ടുകൾ മിനിമൈസ് ചെയ്യുന്നു, ഇഫക്റ്റീവ് പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ആൾട്ടർനേറ്റീവ് ചോയ്സസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ടു ഇന്നോവേറ്റ് ആൻഡ് എൻഷുർ സർവൈവൽ ആൻഡ് സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ഇത്രയൊക്കെയാണ് എൻ്റെ ടോപ്പിക്ക്. കോർപ്പറേറ്റ് അപ്രൈസലിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രോസസ്സ് പറഞ്ഞു, ഫാക്ടേഴ്സ്, ദെൻ റോള്, ദെൻ സോട്ട് അനാലിസിസ്. Thank you.